ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് 2 ആണ്. അപ്പോൾ യൂണിറ്റ് 2ൻ്റെ പേരാണ് വെൽക്കം ടു മൈ വേൾഡ് എന്നത്. വെൽക്കം ടു മൈ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് അർത്ഥം. അപ്പം ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഏതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ? ഇറ്റ് ഈസ് ഫൺ എന്നത് ആണ്. ഇറ്റ് ഈസ് ഫൺ. ഫൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രസകരം എന്നാണ് അർത്ഥം. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണ്, അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചുവെങ്കിൽ നമ്മൾ പറയും, അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഫൺ തരുന്ന ആക്ടിവിറ്റി ആണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ പോയത്തിലൂടെ പഠിക്കാം. അപ്പോൾ പോയത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ ഒന്ന് നോക്കിയാലോ. ഇറ്റ്സ് ഫൺ ടു ബി ദിസ്, ഇറ്റ്സ് ഫൺ ടു ബി ദാറ്റ്, ടു ലീപ്പ് ലൈക്ക് എ ലാംബ്, ടു ക്ലൈംബ് ലൈക്ക് എ ക്യാറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ഫൺ ടു ബി ദിസ്. ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത്. ഇതുപോലെ ആകുന്നത് എനിക്ക് ഫൺ തരുന്ന ആക്ടിവിറ്റിയാണ്. അതുപോലെ ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ ആകുന്നതും എനിക്ക് ഫൺ തരുന്ന ആക്ടിവിറ്റിയാണ്. അപ്പം ഇതും അതുമൊക്കെ എന്താണെന്ന് നോക്കിയാലോ. ടു ലീപ്പ് ലൈക്ക് എ ലാംബ്. ലാംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആട്ടിൻകുട്ടി എന്നാണ് അർത്ഥം. ഇനി ലീപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആട്ടിൻകുട്ടി ചാടി ചാടി മുന്നോട്ട് പോകുന്നതിനെയാണ് ലീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ കുട്ടി പറയുകയാണ്, ഒരു ലാമ്പിനെ പോലെ, ആട്ടിൻകുട്ടിയെ പോലെ ചാടി ചാടി മുന്നോട്ട് പോകുന്നത്, ആക്ട് ചെയ്യുന്നത് എനിക്ക് ഫൺ തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ണെന്ന്. വേണ്ടേ, ഇവിടെ കണ്ടോ നമ്മുടെ ആട്ടിൻകുട്ടികൾ മുന്നോട്ട് ലീപ്പ് ചെയ്ത് പോകുന്നത്. അടുത്ത എന്താണ്? ടു ക്ലൈംബ് ലൈക്ക് എ ക്യാറ്റ്. കുട്ടി പറയുകയാണ്, ഒരു ക്യാറ്റിനെ പോലെ, ഒരു പൂച്ചയെ പോലെ മുകളിലോട്ട് കയറി പോകുന്നതും ആക്ട് ചെയ്യുന്നത് എനിക്ക് ഫൺ തരുന്ന ഒരു ആക്ടിവിറ്റിയാണെന്ന്. അപ്പം കൂട്ടുകാർക്കും പൂച്ചയെ പോലെ അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറുന്നതായിട്ട് ആക്ട് ചെയ്തിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുമല്ലേ? അപ്പം ക്ലാസ്സിൽ നിങ്ങൾ പൂച്ച മേളിലോട്ട് കയറുന്നത് പോലെ ആക്ട് ചെയ്ത് കാണിക്കുക. അതുപോലെ നമ്മുടെ ഷീപ്പ് ചാടി ചാടി മുന്നോട്ട് പോകുന്നതും ആക്ട് ചെയ്ത് കാണിക്കുക. ഓക്കെ ആണോ? അപ്പം അടുത്ത നമ്മുടെ വരികൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? To hop like a frog, to swim like a fish, to trot like a horse, to fly like a bird. എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തവള ചാടുന്ന കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടില്ലേ? ഇതുണ്ട് ഇപ്പം നമ്മുടെ ചിത്രത്തിൽ ഞാൻ കാണിച്ചു തരാം. അതുണ്ട് ഇതുപോലെ ഒരു തവള ചാടുന്നതിൻ്റെ കൂട്ട് ആക്ട് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഫൺ തരുന്ന ആക്ടിവിറ്റിയാണ്. ഒരു ഫ്രോഗ് മുന്നോട്ട് ഹോപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ട് ഹോപ്പ് ചെയ്ത് കാണിച്ചാൽ എനിക്ക് അതിൽ നിന്നും ഒരുപാട് ഫൺ കിട്ടും എന്നാണ് നമ്മുടെ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ടു സ്വിം ലൈക്ക് എ ഫിഷ്. മീനിനെ പോലെ സ്വിം ചെയ്യുന്നത്, നീന്തുന്നത് ആക്ട് ചെയ്ത് കാണിക്കുമ്പോഴും എനിക്ക് അതിലൂടെ ഒരുപാട് ഫൺ കിട്ടുന്നു എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ടു ട്രോട്ട് ലൈക്ക് എ ഹോഴ്സ്. ഈ ട്രോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാലോ. അതേണ്ട ഇവിടെ ഈ 4 കാലുള്ള ഈ ഹോഴ്സ് മുന്നോട്ട് പോകുന്ന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുന്നിലത്തെ വലത്തേ വശത്തെ കാലിനോടൊപ്പം പുറകിലത്തെ ഇടത്തേ വശത്തെ കാലായിരിക്കും അത് ചലിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഡയഗണലായിട്ട് ഓപ്പോസിറ്റ് കാലുകൾ മുന്നോട്ട് വെച്ച് പോകുന്ന നടത്തത്തെയാണ് നമ്മൾ ട്രോട്ടെന്ന് പറയുന്നത്. അപ്പം ഹോഴ്സിനെ പോലെ തന്നെ ഡോങ്കിയുടെയും ആനയുടെയും
നടത്തം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഇതുപോലാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് കാലുകൾ ഒരുപോലെ മുന്നോട്ട് വെച്ച് നടക്കുന്ന ആ ഒരു നടത്തത്തെയാണ് ട്രോട്ട് എന്നറിയപ്പെടുന്നത്. അപ്പം ഈ കുതിരയെ പോലെ ട്രോട്ട് ചെയ്യുന്നതും എനിക്ക് ഫൺ തരുന്ന ആക്ടിവിറ്റി ആണെന്നാണ് നമ്മുടെ കൊച്ചുകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ടു ഫ്ലൈ ലൈക്ക് എ ബേർഡ്, നമ്മുടെ പക്ഷികളെ പോലെ പറക്കുന്നതായിട്ട് 2 കൈകളും മേലോട്ടും താഴോട്ടും ആക്കി പറക്കുന്നത് പോലെ അഭിനയിക്കുന്നതും എനിക്ക് ഫൺ തരുന്ന ആക്ടിവിറ്റിയാണ് എന്നാണ് നമ്മുടെ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ പോയത്തിലെ ലാസ്റ്റ് സ്റ്റാൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? I can act just like them all. അവരെ പോലെ എല്ലാം എനിക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ആരെ പോലെയൊക്കെ നമുക്ക് നോക്കിയാലോ? നമ്മുടെ ലാമ്പിനെ പോലെ ലീപ്പ് ചെയ്യാനും, ക്യാറ്റിനെ പോലെ ക്ലൈംബ് ചെയ്യാനും, നമ്മുടെ ഫ്രോഗിനെ പോലെ ഹോപ്പ് ചെയ്യാനും, നമ്മുടെ ഫിഷിനെ പോലെ സ്വിം ചെയ്യാനും, ഹോഴ്സിനെ പോലെ ട്രോട്ട് ചെയ്യാനും, അതുപോലെ ബേർഡ്സിനെ പോലെ ഫ്ലൈ ചെയ്യാനും. എന്നിട്ടോ ഇറ്റ്സ് ഫൺ ടു ബി ദീസ്, ഈ കുട്ടി പറയുകയാണ് ഇതാകുന്നതും എനിക്ക് ഫൺ തരുന്നു. ഇറ്റ്സ് ഫൺ ടു ബി ദാറ്റ്, അതാകുന്നതും എനിക്ക് ഫൺ തരുന്ന ആക്ടിവിറ്റി ആണെന്ന്. അപ്പം കൂട്ടുകാരും ഈ മൃഗങ്ങളെ പോലെ എല്ലാം ആക്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്കതിൽ നിന്നും ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.